അടുത്ത 26 ഇലക്ഷനകത്ത് നമ്മൾ പറയുമ്പം ഒരു വിഷയം കിട്ടിയാൽ ഏറ്റെടുത്ത് ആ പാർട്ടി അടിക്കാൻ ഉപയോഗിക്കുന്ന കോൺഗ്രസിന്റെ സതീശൻ, യാണൊരുത്തൻ സതീശൻ, പ്രതിപക്ഷ നേതാവ് സതീശൻ എന്നൊക്കെ പറയുന്ന ആൾ മിണ്ടാതെങ്ങിരിക്കുക. പുള്ളി ഓടി നടന്നാ പറഞ്ഞത്, രണ്ടുപേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ട്. അന്നേരം പത്രക്കാർ വരുന്നതിനോട് ആരൊക്കെ കാരണം ആരാ എന്തോന്നും ചോദിക്കണം. ഞാൻ പറഞ്ഞു എന്നാ പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ. കാരണം ഇത് പറഞ്ഞാൽ, ഇതിനെപ്പറ്റി ചർച്ച ചെയ്താൽ, കോടതി ആവശ്യപ്പെട്ടതുപോലെ ഇയാൾക്കൊന്ന് ഏറ്റു പറയാൻ സാധിച്ചാൽ 98 തൊട്ടുള്ള കാര്യം അന്വേഷിക്കണമെന്ന് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് റോഡിൽ ഇറങ്ങി മുക്കിന് പറയാൻ തുടങ്ങിയാൽ, ആൾക്കാരെ സംഘടിപ്പിച്ചാൽ, ശബരിമല ഭക്തരെ ഏറ്റെടുപ്പിച്ചാൽ, വരാൻ പോകുന്നത് അകത്താക്കാൻ പോകുന്നത് പരിശോധിച്ചാൽ അജയ് തറയിലും ഈ അദ്ദേഹത്തിന്റെ പേര് രാഘവനല്ല, രാഘവൻ CPM-ന്റെ, അയാൾ ഇനി തള്ളിയാ പറഞ്ഞേക്കുന്നത്. അജയ് തറയിലും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും ഒന്നും അല്ല ഇതിനകത്ത് കക്ഷിയാവാൻ പോകുന്നത്. ഏറ്റവും വേണ്ടപ്പെട്ട നേതാക്കന്മാര് ആയിട്ടുള്ള ആലപ്പുഴക്കാരൻ നമ്മുടെ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മൂക്കത്ത് ഇങ്ങനെ നമ്മൾ തൊടുന്നതിന് വരെ പുള്ളി ഇങ്ങനെ തൊട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറം പോറ്റി കുടുംബത്തോട് നിന്ന് ഒരു ഫോട്ടോയുണ്ട്. Z കാറ്റഗറി, മോദിക്കൊപ്പം സെക്യൂരിറ്റി ഉള്ള ഇവിടുത്തെ പല സംസ്ഥാനങ്ങളിലെയും ഭരണം, കെ കരുണാകരൻ ഉൾപ്പെടെ ഈ കോൺഗ്രസിനകത്തുനിന്ന് ഒരു കാലത്ത് പോയത് സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെന്റ് അദ്ദേഹം ചോദിച്ചിട്ട് കിട്ടാൻ. അപ്പോൾ അത്തരത്തിൽ ഭരണം പല സംസ്ഥാനങ്ങളിലും പോയിട്ടുള്ള, അവരുടെ അപ്പോയിൻമെന്റ് കിട്ടാത്തതുകൊണ്ട് പോയിട്ടുള്ള, കോൺഗ്രസിനകത്തുനിന്ന് പല നേതാക്കന്മാരും വിട്ടുപോയിട്ടുള്ള, അവരുടെ ലിസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇപ്പോൾ എനിക്ക് ഓർമ്മയിൽ വിട്ടുപോയിട്ടുള്ള ഈ സോണിയാഗാന്ധിക്ക് കീഴ്ശാന്തി അടിച്ചുതളിക്കാരനായിട്ടുള്ള യാതൊരു ബന്ധവും ആചാരങ്ങളുമായിട്ടും തൃപ്തിയില്ലാത്തതും അത്തരത്തിൽ ആചാരങ്ങളെ പ്രൊമോട്ട് ചെയ്താത്തതും ഇതുവരെ നമ്മുടെ സ്വാമിമാരുടെയും സന്യാസിമാരുടെയും കൂട്ടത്തിൽ ഒരുപക്ഷെ നെഹ്റു കുടുംബത്തിനകത്ത് കണ്ടിട്ടില്ലാത്തതുമായ സോണിയാഗാന്ധിയുടെ കൂടെ എങ്ങനെയാ വന്നേ?